നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹെഡേക്ക് വിത്ത് റേസ്ഡ് ICP അല്ലെങ്കിൽ തലയുടെ മർദ്ദം കൂടുമ്പോൾ ഉണ്ടാകുന്ന തലവേദനയെ പറ്റിയാണ്. തലവേദന ഉണ്ടാകാത്ത ആൾക്കാർ നമ്മളുടെ ഇടയിൽ കുറവാണ്. മിക്കപ്പോഴും മൈഗ്രെയിനോ ടെൻഷൻ കൊണ്ടുള്ളതോ ആയ തലവേദനകളാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. എന്നാൽ തലയുടെ ഉള്ളിലെ മർദ്ദം കൂടുന്നതുകൊണ്ടുള്ള തലവേദന നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഇത് ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ എമർജൻസിയാണ്. തലയുടെ മർദ്ദം കൂടുക എന്ന് പറയുന്നത് കൊണ്ടുള്ള തലവേദന പല കാരണങ്ങളാൽ ഉണ്ടാകാം. തലച്ചോറിൻ്റെ ഉള്ളിലെ ട്യൂമറുകൾ കൊണ്ട്, തലയ്ക്ക് ഒരു ക്ഷതമേറ്റാൽ അതിൻ്റെ പരിണതഫലമായി തലച്ചോറിൻ്റെ ഉള്ളിലെ മർദ്ദം കൂടാം. പിന്നെ തലച്ചോറിലെ രക്തയോട്ടത്തിന് വരുന്ന പ്രശ്നങ്ങൾ, അത് തലച്ചോറിൽ നിന്ന് രക്തം ഉപയോഗത്തിന് ശേഷമുള്ള വേസ്റ്റായ രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്ന വെയിനുകൾക്കുള്ള ബ്ലോക്ക് കൊണ്ടാകാം. തലച്ചോറിനെ ബാധിക്കുന്ന ഇൻഫെക്ഷനുകൾ കൊണ്ടാകാം. പിന്നെ ബിനൈൻ ഇൻട്രാക്രേനിയൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ് സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്നതും വെയിറ്റ് കൂടുന്നതിൻ്റെയും ഹോർമോണൽ ഗുളികകളുടെ പരിണതഫലമായും ഉണ്ടാകാവുന്ന തലവേദനയും റേസ്ഡ് ICP ഹെഡേക്കാണ് ഉണ്ടാക്കുക. എങ്ങനെയാണ് തലവേദന തലയുടെ മർദ്ദം കൂടിയതുകൊണ്ടാണെന്ന് തിരിച്ചറിയാൻ പറ്റുക? സാധാരണയുള്ള തലവേദനകൾ മിക്കപ്പോഴും തലയുടെ മുൻവശത്താണെന്നുണ്ടെങ്കിൽ തലയുടെ മർദ്ദം കൂടുതലുകൊണ്ടുണ്ടാകുന്ന തലവേദന ഉച്ചിയുടെ ഭാഗത്തോ പുറകുവശത്തോ ആയിരിക്കും കൂടുതലായി ഉണ്ടാവുക. പിന്നെ ഈ തലവേദനയ്ക്ക് കാഠിന്യം കൂടുതലായിരിക്കും. മിക്കപ്പോഴും ഇത് തുടർച്ചയായ ഒരു തലവേദനയാണ് വരിക. അതിനുശേഷം കുറച്ച് സമയം തലവേദന ഇല്ല, പിന്നെ തലവേദന വീണ്ടും വരിക. ഇത് പ്രൈമറി ഹെഡേക്ക് അല്ലെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത തരം ഹെഡേക്കുകളുടെ ഭാഗമായിട്ടാണ്. തുടർച്ചയായി വിട്ടുമാറാതെ നിൽക്കുന്ന തലവേദന, കാലക്രമേണ തലവേദനയുടെ കാഠിന്യം കൂടി വരിക, ഇതെല്ലാം റേസ്ഡ് ICP അല്ലെങ്കിൽ തലയുടെ മർദ്ദം കൂടിയ തലവേദനയുടെ ലക്ഷണങ്ങളാണ്. പോസ്ചറൽ ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിൻ്റെ അവസ്ഥ എന്ത് എന്നതിനെ ആശ്രയിച്ച് തലവേദനയിൽ വരുന്ന വ്യത്യാസവും പ്രാധാന്യമുണ്ട്. എന്ന് വെച്ചാൽ കിടക്കുന്ന സമയത്ത് തലവേദന കൂടുകയാണ് എങ്കിൽ അത് തലയുടെ മർദ്ദം കൂടുന്നത് കൊണ്ടാകാം. അതുപോലെ തന്നെ രാവിലെ ഉറക്കത്തിൽ നിന്ന് തലവേദനയുമായി എണീക്കുക, അത് കാര്യം കുറേ സമയം കിടന്ന് ഉറങ്ങിക്കഴിയുന്ന സമയത്ത് തലയുടെ മർദ്ദം കൂടുതലാകുന്നു എന്നുള്ളത് കൊണ്ട് ഈ തരം തലവേദനകൾക്ക് കാഠിന്യം കൂടും. ഉറക്കത്തിൽ നിന്ന് തലവേദന കൊണ്ട് എണീക്കുക, കിടക്കുമ്പോൾ തലവേദന കൂടുക, ഇതെല്ലാം തലയുടെ മർദ്ദം കൂടുന്നതിനെ കാണിക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, ചുമയ്ക്കുക, തുമ്മുക, വയറ്റിൽ നിന്ന് പോകാനായിട്ട് മുക്കുന്ന സമയത്ത്, ഭാരമെടുക്കുന്ന സമയത്ത്, ഈ സാഹചര്യങ്ങളിൽ തലവേദന കൂടിയാൽ അതും തലയുടെ മർദ്ദം കൂടുതലുള്ള തലവേദനയിലേക്ക് സൂചിപ്പിക്കുന്നു. തലവേദനയുടെ ഒപ്പം വരുന്ന മറ്റ് ലക്ഷണങ്ങളും ഇതിന് മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കും. ഉദാഹരണത്തിന് തലവേദനയുടെ ഒപ്പം കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാവുക, ചിലപ്പോഴൊക്കെ രണ്ടായി കാണുക, പ്രത്യേകിച്ച് ഒരു വശത്തേക്ക് നോക്കുമ്പോഴായിരിക്കും. അത് കണ്ണിൻ്റെ മസിലുകളുടെ അനക്കത്തിൻ്റെ പ്രശ്നം വരുന്നത് കൊണ്ടാണ്. തലവേദനയുടെ ഒപ്പം ഛർദിലുണ്ടാവുക, മൈഗ്രെയിൻ പോലെയുള്ള തലവേദനകളുടെ കൂടെയും ഛർദിലുണ്ടാകാം എന്നുണ്ടെങ്കിലും ഇത് വ്യത്യാസമുണ്ട്. ഓക്കാനോ ഒന്നും വരികയില്ല, ഛർദ്ദിക്കാൻ വരുന്നു എന്നൊരു സൂചനയൊന്നുമില്ലാതെ പെട്ടെന്ന് ഛർദ്ദിക്കുക, അതിന് പ്രൊജക്റ്റൈൽ വൊമിറ്റിംഗ് എന്നാണ് പറയുന്നത്. മറ്റൊരു ഗുണമുള്ള കാര്യം, ശക്തമായ തലവേദനയാണെങ്കിലും ഛർദ്ദിച്ച് കഴിയുന്നതോടെ ഇവരുടെ തലവേദനയുടെ കാഠിന്യം കുറച്ച് കുറയും. പിന്നെ ഈ കാഴ്ചയുടെ മങ്ങലിനെ പറ്റി പറഞ്ഞല്ലോ, മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ കുനിയുക, നിവരുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് താൽക്കാലികമായി വരുന്ന കാഴ്ചയുടെ മങ്ങലും തലയുടെ മർദ്ദം കൂടുതലായ തലവേദനയിലേക്ക് സൂചിപ്പിക്കുന്നതാണ്. ചിലപ്പോഴൊക്കെ ചില ആളുകൾക്ക് ചെവിയിൽ മുഴക്കം പോലെയും ഉണ്ടാകും, അതിന് ടിന്നിറ്റസ് എന്നാണ് പറയുന്നത്. അതും ഈ റേസ്ഡ് ICP ഹെഡേക്കിൻ്റെ കൂടെ ഉണ്ടാകും. പിന്നെ തലവേദനയുടെ ഒപ്പം ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞതുപോലെ തലയിടിച്ച് ഒരു അപകടത്തിന് ശേഷം വരുന്ന തലവേദനയോ, പനിയുടെയും വെളിച്ചത്തിലേക്ക് നോക്കുന്ന ബുദ്ധിമുട്ടിൻ്റെയും ഒപ്പം വരുന്ന തലവേദന, അത് മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷൻ്റെ കൂടെയുള്ള ലക്ഷണമായിരിക്കാം.
അപ്പോൾ രോഗിയുടെ ശരീരത്തിലുള്ള മറ്റ് ബുദ്ധിമുട്ടുകളും നമുക്ക് ഇത് കുഴപ്പം പിടിച്ചൊരു തലവേദനയാണ്, ശ്രദ്ധിക്കേണ്ടതാണ് എന്നത് മനസ്സിലാക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ മുമ്പ് തലവേദന ഉണ്ടായിട്ടുള്ളവരായിക്കോട്ടെ, ആദ്യമായി തലവേദന വരുന്നവരായിക്കോട്ടെ, ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് തലയുടെ മർദ്ദം കൂടുന്നത് കൊണ്ടുള്ള തലവേദനയാണോ എന്ന് ചിന്തിക്കുകയും എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ന്യൂറോളജി ഡോക്ടറിനെ കണ്ട് വേണ്ട പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.